ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഈ നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 22-23 വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 22-23 വാക്യം. ദൈവത്തിന്റെ വചനം നാം ആദിയോടന്തം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവനെ പോലെ ബുദ്ധിമാൻ, അവനെ പോലെ അനുഗ്രഹിക്കപ്പെട്ട വേറൊരു വ്യക്തി ഇല്ലെന്നാണ്. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വരാതെ ഇരിക്കേണ്ടതിന്, ദൈവ മഹത്വം നാം കാണാതെ ഇരിക്കേണ്ടതിന് പിശാച് ഏതെല്ലാം വിധത്തിൽ പോരാടാമോ ആ തരത്തിലെല്ലാം നിങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കും. സ്വത്രം. ഇനി ഒന്നിനും കഴിയത്തില്ല എങ്കിൽ അവൻ ചെയ്യുന്ന പണിയാണ് മന്ത്രവാദം ചെയ്യും. സ്വത്രം. വിളിച്ചു നേർച്ചകൾ നടത്തും. കൂടുപാത്രം ഒരുക്കി കെട്ടി നീ പോകുന്ന വഴിയിലും നിന്റെ ഭവനത്തിന് പരിസരത്തും, കഴിയുമെങ്കിൽ നിന്റെ ഭവനത്തിനകത്തും, അതിനും അപ്പുറത്ത് കഴിയുമെങ്കിൽ നീ കഴിക്കുന്ന ആഹാരത്തിലും കലർത്തി നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ പിശാച് പദ്ധതി ഒരുക്കും. പക്ഷെ വ്യക്തമായി പറയട്ടെ, ശമൂവേൽ പ്രവാചകൻ സ്വത്രം വിശുദ്ധ തിരുവെഴുത്ത് 15-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നത്, നേർച്ചകളും കാഴ്ചകൾക്കും അപ്പുറത്ത് ദൈവത്തിന്റെ മഹത്വം നിന്നിൽ വെളിപ്പെടുമെങ്കിൽ, സ്തോത്രം, നിന്നിൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ടെങ്കിൽ, സ്വത്രം, പിശാചിന്റെ തല തകരും. സ്വത്രം. അഭിഷേകമുള്ള നീ തകർക്കുവാൻ ഒരു മന്ത്രവാദിക്കോ ഒരു വിളിച്ചു നേർച്ചയ്ക്കോ ഒരു കൂടുപാത്രത്തിനോ കഴിയത്തില്ല. കാരണം നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയാണ്. ആ ശക്തി നിന്നിലുള്ളിടത്തോളം കാലം ഏതെല്ലാം നിലവാരത്തിൽ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെ ബന്ധിക്കുവാൻ പിശാച് കടന്നു വന്നാലും ആ പിശാചിന്റെ തല തകർത്ത് നീയും നിന്റെ സന്തതി ജയം പ്രാപിക്കും. കഷ്ടതയുടെ നടുവിൽ നീ നിലവിളിക്കുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. കുഞ്ഞ്, ഒരു പക്ഷെ നിനക്ക് തോന്നാം പൈശാചികൻ നിന്നെ കെട്ടി നിന്നെ മുൻപോട്ട് വിടാതെ വേണം നിന്റെ ജീവിതത്തെ മൂച്ചോടെ ഒടുക്കുവാൻ ശ്രമിക്കുമ്പോൾ വ്യക്തമായി പറയട്ടെ, സർവശക്തനായ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിച്ചു തുടങ്ങും. ഓ, എത്ര തന്നെ നിനക്കെതിരെ വാടകോരി പിശാച് വെല്ലുവിളിച്ചാലും സ്വത്രം നിന്നെ ഒതുക്കിക്കെട്ടും. നീ ആഗ്രഹിക്കുന്ന നന്മ പ്രാപിക്കയില്ല. നിന്റെ സന്തതി ഒരിക്കലും ഉയർച്ച പ്രാപിക്കത്തില്ല. നിന്റെ വീടിനകത്ത് നന്മ കാണാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് പിശാച് വാദിച്ചെഴുന്നേറ്റ് വീഴുമ്പോൾ ദൈവപൈതലേ, നീ ഭയപ്പെടരുത്. നിന്നോട് കൂടെ ഉള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. ആ വലിയവനായ കർത്താവ് നിനക്കെതിരെ ഉയർന്ന സകല ശത്രുവിന്റെ ആയുധങ്ങളെ തകർക്കുമെന്ന് വിശ്വസിച്ച് മഹത്വം ദൈവത്തിന് കൊടുക്ക്. ഒരു വിളിച്ചു നേർച്ചയ്ക്കും നിന്നെ ബന്ധിപ്പാൻ കഴിയത്തില്ല കുഞ്ഞ്. ഒരു മന്ത്രവാദിക്കും നിന്നെ തകർക്കാൻ പറ്റത്തില്ല കുഞ്ഞ്. ഏതെല്ലാം നിലവാരത്തിൽ നിനക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ വാടകോരിൽ നിന്ന് വെല്ലുവിളിച്ചാലും വിളിച്ചു നേർച്ച നടത്തി നിന്നെ ശാപഗ്രസ്തനാക്കി മാറ്റുമെന്ന് പറഞ്ഞ് നേർച്ചകളും കാഴ്ചകളും കൊണ്ട് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അവൻ എത്ര ഓടിയാലും അവൻ തകർന്നു വീഴുകയല്ലാതെ നീയോ നിന്റെ സന്തതിയെ വീഴുവാൻ എന്റെ സ്വർഗത്തിലും അനുവദിക്കത്തില്ല. വചനം നിന്റെ അകത്തുണ്ടെങ്കിൽ, ആത്മാവ് നിന്നിൽ വസിക്കുന്നുവെങ്കിൽ നീ ശത്രുവിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല.
സ്വത്രം. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ എൻ്റെ വചനം അയച്ച് നിന്നെ സൗഖ്യമാക്കും, നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ ഉയർത്തും, നിന്റെ ബന്ധനങ്ങളെ അഴിക്കും. സ്തോത്രം. നോക്ക്, പിശാചിന്റെ ഒറ്റ പരിപാടിയാണ് നിന്നെ ഒതുക്കണം എന്നുള്ളത്. കാരണം അവൻ അറിയാം നീ തല ഉയർത്തിയാൽ അവന്റെ തല തകരുമെന്ന്. സ്തോത്രം. നീ നാവ് ചലിപ്പിച്ചാൽ പിശാചിന്റെ കോട്ടയ്ക്കകത്ത് തീ വീഴുമെന്ന്. അതുകൊണ്ട് പിശാച് ഏത് വിധത്തിലും നിന്നെ ഒതുക്കി കെട്ടുവാൻ ആളിനെ കൂട്ടി ലോകത്തിന്റെ മണ്ഡലങ്ങൾക്ക് വന്നിട്ട് ലോകത്തിലെ സകലതും വാരി കൂട്ടി വെച്ചിട്ട് ഹോമം നടത്തി, വിളിച്ചു നേർച്ച നടത്തി, പൂജ നടത്തി, നിന്റെ കുഞ്ഞുങ്ങളെ ബന്ധിച്ച് നിന്റെ ഭവനത്തിനകത്ത് രോഗം കൊണ്ടുവന്ന് സാമ്പത്തിക തകർച്ച കൊണ്ടുവന്ന് നിന്നെ ഒതുക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോ ദൈവം പൈതലേ, നീ ഭയപ്പെടരുത്. കാരണം നിന്നോട് കൂടെയുള്ളവൻ സകലത്തിന്റെ മേൽ അധികാരമുള്ളവനാ, സകലത്തെ കാൽക്കീഴാക്കിയവനാ, നിന്നെ ഉയർത്തി മാനിച്ചവനാ. അവരത്തിലെ കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ശത്രുവിനെ തകർത്ത് നിനക്ക് ജയം തന്നെങ്കിൽ ഇനി നീ അടിമമുഖത്തിൽ കുടുങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു പിശാചിന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നിന്നെ കാണുമ്പോൾ പിശാച് ഭയപ്പെടും. സ്വത്രം. വ്യക്തമായി പറയട്ടെ, ശാപം നിന്നെ പിടിക്കത്തില്ല. സ്വത്രം. ആരൊക്കെ നിന്റെ സന്തതിയെ നോക്കി ശപിച്ചാലും നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, സ്വത്രം, നീ ദൈവത്തെ ആത്മാവിന് സത്യത്തിൽ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ കർത്താവിന്റെ രക്തത്തിനും മാംസത്തിനും ഓഹരിക്കാനുമാണെങ്കിൽ, കുഞ്ഞെ, ഒരു ശാപത്തിനും നിന്നെ തൊടാൻ പറ്റത്തില്ല. നിന്നെ ശപിക്കുന്നവൻ തളർന്നു വീഴും. നിന്നെ കുറ്റം പറയുന്ന ദേശത്ത് പരസ്യക്കോലമാകും. നിന്റെ സന്തതിയെ ഒതുക്കുമെന്ന് പറയും, ലോകത്തിൽ പട്ടുപോകും. വ്യക്തമായി വചനം പറയുന്നു, ദൈവത്തിന് കൊടുക്കുന്ന യാഗമുണ്ടല്ലോ ഹൃദയത്തിനകത്തുനിന്ന് സ്തോത്രമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം പറയുന്ന കേട്ട് അനുസരിച്ചാൽ ദൈവം തള്ളിക്കളയത്തില്ല. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ സ്വത്രം വ്യക്തമായി പറയും. സ്വത്രം. ദൈവത്തിന്റെ ആലോചന കേട്ട് ഇസ്രായേലിന്റെ രാജാവായ ശൗല് സ്വത്രം ദൈവത്തിന് വിരോധമായി മാറിയപ്പോൾ ദൈവനെ തള്ളിക്കളഞ്ഞെന്ന് പറയുന്നത്. സ്വത്രം. അതല്ലേ വായിച്ചത്? സ്വത്രം അല്ലേ? സ്വത്രം. എന്താ പറയുന്നത്? ആഭിചാരം ദോഷം പോലെയും സാക്ഷ്യം മിഥ്യാപൂജ പോലെയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞത് കൊണ്ട്. സ്വത്രം. അനുസരണം കെട്ടവന്റെ മേൽ ദൈവ കോപം വരുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത, ഒന്നിനും കൊള്ളാതിരുന്ന ശൗലിനെ സ്വർഗത്തിലെ ദൈവം ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റിയെങ്കിൽ ലോകത്തെ പിശാചിനെ തകർക്കുവാൻ അഭിഷേകം നിന്റെ മേൽ പകർന്ന സർവശക്തനായ ദൈവം നിന്നിലൂടെ ദൈവമഹത്വം വെളിപ്പെടേണ്ടതിന്, ലോകത്തെ പിശാചിനെ തല തകരേണ്ടതിന് ഒരു പുത്തൻ അഭിഷേകം നിന്റെ മേൽ പകർന്നിരിക്കും. കുഞ്ഞെ, ഒരു ശക്തിക്കും നിന്റെ നന്മയെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് നീ തിരിച്ചറിയാൻ ശ്രമിക്ക്. നിനക്ക് തന്ന നന്മ നീ അറിയാതെ, എന്റെ ദൈവം അറിയാതെ നഷ്ടപ്പെട്ടു പോകത്തില്ല. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്നൊരു പക്ഷെ നിന്റെ സന്തതി ഒരു പക്ഷെ കഷ്ടതയുടെ നടുവിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. നിന്റെ വീടിനകത്ത് നീ ആഗ്രഹിക്കുന്ന ഒരു നന്മ ഉണ്ടെന്ന് വരത്തില്ല. പക്ഷേ അല്പകാലത്തെ താമസം നിന്റെ മുമ്പിൽ നേരിട്ടാൽ നീ മനസ്സിലാക്കിക്കോളും, എന്റെ കർത്താവ് ഇതിലും വലിയത് എനിക്ക് വേണ്ടി ചെയ്യുമെന്ന്. പത്രം. വ്യക്തമായി പറയട്ടെ, വചനം എടുത്ത് നീ പ്രാർത്ഥിക്കണം. വചനമെടുത്ത് പിശാചിനെ ശാസിക്കണം. വചനം പറഞ്ഞ് അവനെ ബന്ധിക്കണം. അതിനുള്ള അധികാരം സ്വർഗത്തിലെ അപ്പം നിനക്ക് തന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും പ്രതികൂലം വലുതാകൊണ്ട് ഭയപ്പെടുക നാം ചെയ്യുന്നത്. അങ്ങനെ ഭയപ്പെട്ടാൽ പിശാച് നിന്റെ മേൽ ആധിപത്യം പറയും. യാതൊരു കാരണവശാലും ലോകത്തിന്റെ ഈ പിയായിന്റെ പ്രവർത്തികൾ കണ്ടിട്ട് നീ ഭയപ്പെടരുത്. നിന്റെ കൂട്ടുവിശ്വാസി കണ്ണുനീരോടെ വരുമ്പം കരയണ്ട എന്ന് പറയണം. എന്ത് വലിയ പ്രോബ്ലം ആണെങ്കിലും ഇപ്പകലിൽ ഇപ്പോൾ യേശു കർത്താവ് മാറ്റുമെന്ന് പറഞ്ഞിട്ട് കൈവച്ചിട്ട് യേശുനാമത്തിൽ വിട്ടുപോ പിശാച് എന്ന് പറയണം. സ്വർഗം ആ സൗഖ്യം തരും. സ്വത്രം. വ്യക്തമായി പറഞ്ഞേ, ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് പറയുന്നെങ്കിൽ ദൈവവചനം പറയുന്ന പ്രകാരം നീ ദൈവത്തെ ഒന്ന് ആരാധിച്ചു നോക്ക്.
സ്വത്രം. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഒരുപാട് പേര് തകർന്നു വീണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. ഒരുപാട് പേര് സമാധാനമില്ലാതെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും പുണ്യസ്ഥലങ്ങൾ തേടി ഓടിക്കൊണ്ടിരിക്കുക. അനേക കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണത വെളിപ്പെടാതെ പകുതിക്ക് വെച്ച് പഠിത്തം നടത്തി സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ട് ഭവനത്തിനകത്ത് കണ്ണുനീരും കൈയുമായിട്ടിരിക്കുമ്പോൾ ഈ നല്ല പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരനോട് പറയട്ടെ, അവരുടെ ബുദ്ധിമണ്ണത്തെ കെട്ടിയ പിശാചിനെ കണ്ടിട്ട് നീ നിരാശപ്പെടാതെ നിന്റെ റൂമിനകത്ത് കയറിയിരുന്നിട്ട് എന്റെ കുഞ്ഞിന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ അങ്ങേക്ക് കഴിയുമല്ലോ ദൈവമേ, എനിക്ക് മറ്റെങ്ങും പോകാനല്ല, നീയാണ് പറഞ്ഞത്, മക്കളെ നീയാ തന്നെന്ന്. അങ്ങനെങ്കിൽ എന്റെ കുഞ്ഞിന്റെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തി യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. എന്റെ തലമുറ ഭാവിയെ ബ്ലോക്ക് ചെയ്യുന്ന പാരമ്പര്യങ്ങൾ ഉടഞ്ഞു മാറട്ടെ. എന്റെ കൂട്ടാളിയെ വിട്ടുവിട്ട് രോഗം കൊണ്ടുവരുന്ന ആ രോഗാത്മാന മണ്ഡലം അഴിഞ്ഞു മാറട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞെ പ്രാർത്ഥിച്ചു തുടങ്ങ്. പിശാച് തലവരും, പിശാച് ഓട് കണ്ടം വഴി നിന്റെ കൂട്ടാളി, നിന്റെ കുഞ്ഞ്, നിന്റെ കുടുംബം ഉയർത്തപ്പെടും. സ്വത്രം. അതിനൊറ്റ കാര്യം ചെയ്താൽ മതി, മുഴങ്കാലിരിക്കണം, കണ്ണുനീരോടെ ദൈവമുഖത്തേക്ക് നോക്കണം. ഈ പിശാചിനെ തല തകർക്കുവാൻ അങ്ങയ്ക്ക് കഴിഞ്ഞെങ്കിൽ ആ അഭിഷേകമാണ് നീ എൻ്റെ മേൽ പകർന്നിരിക്കുന്നത്. നീ പറഞ്ഞില്ലേ കർത്താവേ ഒരനർത്ഥവും വരത്തില്ലെന്ന്, അങ്ങനെയാണെങ്കിൽ ഈ അനർത്ഥത്തെ എടുത്തു മാറ്റി എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ജയം തരണമെന്ന് വ്യക്തമായി പറയാൻ തയ്യാറുണ്ടോ? വ്യക്തമായി മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? മഹത്വം ദൈവത്തിനൊടുക്കാൻ തയ്യാറുണ്ടോ? അങ്ങനെയെങ്കിൽ അസാധ്യങ്ങൾ സത്യമാക്കുന്ന സ്വർഗത്തിലെ സകലത്തിലും ഉന്നതനായി നിന്നെ ഉയർത്തി മാനിക്കും. നമുക്ക് വായിക്കാം. സ്വത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായം 13-ാം വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായം 13-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറയുക, നീ ചെയ്തത് ഭോഷത്വമാണ്. സ്വത്രം. നീ ചെയ്തത് ഭോഷത്വമാണ്, നീ ചെയ്തത് അനുസരണക്കേടാണ്, നീ ചെയ്തത് ദൈവഹിതമില്ലാത്തതാണ്. ദൈവം നിന്നെ ആക്കി വെച്ച സ്ഥാനത്ത് ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ തയ്യാറാകാതെ നിന്റെ ഇഷ്ടപ്രകാരം നീ യാത്ര ചെയ്തത് കൊണ്ട് ദൈവത്തിന് നിന്നോട് ഇഷ്ടമല്ല, അനിഷ്ടം തോന്നിയിരിക്കുന്നു. സ്വത്രം. വായിച്ചോ. പ്രൈസ് ദി ലോർഡ്. മോനെ, നിന്റെ കണ്ണുനീരിന് മറുപടി. സ്വത്രം. നീ ആഗ്രഹിക്കുന്ന സന്തോഷം, നീ കണ്ട ദൈവ മഹത്വം നിനക്ക് നിന്റെ ജീവിത അവസാന കാലം വരെ നിലനിൽക്കുമായിരുന്നു. അത് നിലനിർത്തുവാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്. പക്ഷേ നീ എൻ്റെ വചനം കേട്ട് അനുസരിച്ചില്ല. വചനം അങ്ങനെയാ പറയുന്നത്, ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് വചനം ഉവ്വ് എന്നാ പറയേണ്ടത്, ഇല്ല എന്ന് പറയുന്നത്. കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഒരു പക്ഷേ നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന വ്യക്തികൾക്ക് പലതും അസാധ്യമെന്ന് തോന്നാം. നീ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും മറുപടി വന്നില്ല എന്ന് കരുതി നീ നിരാശപ്പെടരുത്. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം വാക്ക് പറഞ്ഞവനാ. ആരെല്ലാം എവിടെയല്ല എന്തെല്ലാം കെണികൾ ഒരുക്കിയാലും നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ നിനക്ക് വേണ്ടി വെളിപ്പെടും. അവൻ വെളിപ്പെടുമ്പോൾ നിന്റെ മുമ്പുള്ള സകല ശത്രുക്കളും നിർമൂലമാകും. നീയും നിന്റെ സന്തതിയും ഉയർച്ച പ്രാപിക്കും. അവർ ദേശത്തെ അവകാശമാക്കും. വ്യക്തമായി പറയട്ടെ, ഒരനർത്ഥവും വരുത്തത്തില്ലെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ലെന്ന് വിശ്വസിക്കും കുഞ്ഞെ. ആരെല്ലാം എവിടെയെല്ലാം നിന്ന് എന്തെല്ലാം അർച്ചനകൾ ചെയ്താലും എന്തെല്ലാം നേർച്ച കാഴ്ചകൾ വിളിച്ചു കൂവി പറഞ്ഞാലും നിന്നോട് കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാകിയാൽ നീ തകരുകയില്ല. അവൻ തകർന്നു വീഴും, നീ ജയിച്ചു പുറത്തു വരും. സ്വത്രം. വായിച്ചോ. പ്രൈസ് ദി ലോർഡ്. അനുസരിക്കാൻ മനസ്സില്ലാതെ പോയത് കൊണ്ട്, ഞാൻ പറഞ്ഞത് ചെയ്യാതെ നിന്റെ ഇഷ്ടപ്രകാരം നീ നടന്നതുകൊണ്ട് നിന്റെ രാജത്വം നിനക്ക് നഷ്ടമാകും. ഞാൻ മറ്റൊരുവന് കൊടുക്കും. എൻ്റെ ദൈവം ചെയ്യും എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമുണ്ടാകത്തില്ല. കാരണം വചനം വ്യക്തമായി പറയുന്ന ഇങ്ങനെ, ആകാശവും ഭൂമി മാറിപ്പോകും, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമുണ്ടാകത്തില്ല. അങ്ങനെ വചനം മാറത്തില്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്വവും മാറത്തില്ല. സ്തോത്രം. കാരണം എൻ്റെ കർത്താവ് വാക്ക് പറഞ്ഞാൽ പിന്നെ മാറത്തില്ല.
അപ്പൊ വാക്ക് പറയാതിരിക്കാൻ നോക്കിക്കോണം. പറഞ്ഞാൽ അത് ദൈവം നിവർത്തിക്കും. വ്യക്തമായി പറയട്ടെ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന. നമുക്ക് പറയുക, നിന്റെ രാജത്വം നിനക്ക് നിലനിൽക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം വായിച്ചേ. നമുക്ക് ദൈവം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ നീ നിലനിൽക്കും? സ്തോത്രം. ഏതെല്ലാം നിലവാരത്തിൽ നിന്റെ ഭവനത്തിനകത്ത് പ്രതികൂലങ്ങളെ കൊണ്ടിട്ട്, സ്തോത്രം, നിന്റെ നന്മയെ ബ്ലോക്ക് ചെയ്ത്, സ്തോത്രം, നിന്റെ കൂട്ടാളിയെ പരിഹസിച്ച്, നിന്റെ ഭവനത്തിനകത്തെ കലവറ ശൂന്യത വരുത്തി നിന്നെ ഒതുക്കാൻ ശ്രമിക്കുമ്പം കുഞ്ഞ് നീ ഭയപ്പെടല് കേട്ടോ. ഇത് പിശാചിന്റെ തന്ത്രമാണ്. അവനൊരിക്കൽ കെണിയാണ്. ഞാൻ ഒരിക്കലും പിശാചിന്റെ കരുത്തിൽ വീണ് തകരാനുള്ളവനല്ല, തകരാനുള്ളവളല്ല. എന്റെ കുഞ്ഞ് ഒരിക്കലും തകർന്നു പോകത്തില്ല. എന്റെ കൂട്ടാളി ഒരിക്കലും പട്ടുപോകത്തില്ല. എന്റെ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഞാനൊരു അനുഗ്രഹമാണ്. എന്റെ വല്യപ്പച്ചോട് എനിക്ക് തന്ന അനുഗ്രഹം ഞാൻ എന്റെ തലമുറയ്ക്ക് പങ്കുവെക്കാനുള്ളതാ. അതുകൊണ്ട് എന്റെ അപ്പന്റെ കൃപയിൽ നിന്ന്, അപ്പന്റെ ഇഷ്ടത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകത്തില്ല. കർത്താവെ, നിൽപ്പാനുള്ള കൃപ നീ എനിക്ക് തന്ന മാത്രമെന്ന് പറഞ്ഞ് ദൈവസന നെടുമ്പാട് വീണം. പക്ഷേ ശൗലോ ദൈവം പറഞ്ഞത് കേൾക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് അവന്റെ രാജത്വം അവന് നഷ്ടമായി. സ്വത്രം. വായിക്കാൻ ലൂക്കോസിന്റെ സുവിശേഷം 1:3-34. സ്വത്രം. ലൂക്കോസിന്റെ സുവിശേഷം 1:34. അനുസരിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും, മറുതലിച്ചാൽ നീ വാളിനിരയായിത്തീരും. നോക്ക്, ശൗല് ദൈവത്തിൽ നിന്ന് അകന്നു പോയി. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ വന്ന് പറഞ്ഞ വാക്ക് കേട്ട് അനുസരിച്ച മറിയ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് വായിച്ചേ. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാത്തവളാ. നോക്ക്, ഒരു കുഞ്ഞ് ഉദരത്തിൽ ജനിക്കണമെങ്കിൽ, സ്തോത്രം, ഒരു പുരുഷന്റെ സാന്നിധ്യം ഉണ്ടാകണം, സാമീപ്യം ഉണ്ടാകണം. പക്ഷെ പുരുഷനെ അറിയാത്ത സ്ത്രീ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പക്ഷേ വ്യക്തമായി പറയട്ടെ, മറിയയുടെ അടുക്കൽ വന്നതൊരു മനുഷ്യനല്ല, സ്വർഗത്തിലെ ദൈവവും ദൈവത്തിന്റെ ആത്മാവുമാ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നീ ചിന്തിക്കാത്ത, നനയ്ക്കാത്ത, നീ കണ്ടിട്ടില്ലാത്ത തലത്തിൽ വെളിപ്പെട്ടു വരും. മറിയ പറയുകയാണ്, അങ്ങനെയെങ്കിൽ നിന്റെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കപ്പെടട്ടെ. സ്വത്രം. ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്നെ കണ്ടിട്ടുണ്ട്. സ്വർഗത്തിലെ എനിക്കൊരു തലമുറ തരുമെന്ന് പറഞ്ഞെങ്കിൽ നിന്റെ ദാസി അടിയനിതാ. സഹോദരങ്ങളെ, വാഗ്ദത്തം പറയുമ്പോൾ, അരുളപ്പാട് കേൾക്കുമ്പോൾ സാഹചര്യങ്ങളെ നോക്കരുത്. ഒരു പക്ഷേ സാഹചര്യം നോക്കുമ്പോൾ അതിന്റെ പിൻപിൽ എല്ലാം അസാധ്യമായിരിക്കും, നടക്കാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷെ വാക്ക് പറഞ്ഞത് ആരാണെന്ന് ഓർക്കണം. സ്വത്രം. സകലത്തെയും ഉണ്ടാക്കിയ, സകലത്തിനും മീതെ വാഴുന്ന, സകലത്തിനും അധികാരിയായ സർവശക്തനായ ദൈവമാ. അങ്ങനെയെങ്കിൽ ആ ദൈവം പറഞ്ഞത് പാലിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അനർത്ഥം വരും, അതുകൊണ്ട് മനം തിരിഞ്ഞോളാം. പറഞ്ഞാൽ മനം തിരിഞ്ഞോളാം. സ്വത്രം. അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിഷേകത്തോടെ അവനെ തന്നെ നിൽക്കണം. സ്വത്രം. അങ്ങനെയാണെങ്കിൽ നീ നിനക്കുന്നതിൽ ചിന്തിക്കുന്നതിനൊക്കെ ഉപരിയായി സ്വർഗത്തിലെ അനുഗ്രഹം നിന്റെ മേൽ സ്വർഗം അയക്കും. നോക്ക്, മറിയ അപവാദങ്ങളെ സഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ചുമന്നു. പക്ഷേ ക്രിസ്തു പുറത്തു വന്നപ്പോൾ അപവാദം അഭിമാനമായെങ്കിൽ ഇന്ന് പകൽക്കാലം വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, ഈ തിരുവചനം ചുമക്കുന്ന നിങ്ങളുണ്ടല്ലോ, ഒരു ലോകത്തിന് മുമ്പിൽ ഒരു അപമാനമാണെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അഭിമാനത്തോടെ സ്വർഗം നിങ്ങളെ ഉയർത്തുന്ന ഒരു ദിവസം ഉണ്ടാകും. അന്ന് നിന്റെ മുമ്പുള്ള ശത്രു തകർന്നു വീണ് നിന്റെ മുമ്പിൽ തല കുനിക്കുന്നതിന്റെ കണ്ണുകൊണ്ട് നീ കാണും. അന്ന് നിന്റെ തല കുനിഞ്ഞല്ല ഇരിക്കുന്നത്, നിന്റെ തല ഉയർന്നിരിക്കും. കാരണം നിന്നിലൂടെയാണ് ക്രിസ്തു വെളിപ്പെടുന്നത്, നിന്നിലൂടെയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്, നിന്റെ നാവിൽ നിന്ന് പുറത്തു വരുന്ന ദൈവത്തിന്റെ അത്ഭുതം. അങ്ങനെങ്കിൽ സ്വത്രം, നീ ആരാ? നീ ദൈവത്തിന്റെ മകനും മകളുമാണ്. അങ്ങനെങ്കിൽ ദൈവത്തിന്റെ മകനും മകളും ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്നവരാ. ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് കൽപ്പിച്ചു തുടങ്ങും. സ്വത്രം. സാഹചര്യങ്ങളെ നോക്കിയല്ല, വിശ്വാസത്തോടെ ദൈവത്തെ നോക്ക്. സ്വത്രം. മരണത്തെയും പാതാളത്തെയും ജയിച്ച് പുറത്തു വന്ന യേശുവിനെ നോക്ക്. നോക്ക്, ഭടന്മാര് പറഞ്ഞു. സ്വത്രം. ശകുനവാദികളും മന്ത്രവാദികളും ദേശാധിപതികളും ഒരുമിച്ച് പറഞ്ഞു,
അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന്റെ കല്ലറ അടച്ച് പൂട്ടി മുദ്ര വെക്കണം. പിന്നെ അവൻ അങ്ങനെ പുറത്തു വരും. സ്തോത്രം. മനുഷ്യന്റെ ബുദ്ധി അത്രയുള്ളൂ സഹോദരങ്ങളെ. അവർ നോക്കുന്നത് പുറമെയാ, അവർ നോക്കുന്നത് ലോകത്തിലൂടെയാ. പക്ഷെ സ്വർഗത്തിലെ ദൈവം നോക്കുന്നത് തന്നിലൂടെ തന്റെ പുത്രനെ പുത്രിയാ നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ തൻ്റെ ഹൃദയത്തിനകത്ത് നീ ഇരിക്കുന്നത് കൊണ്ട്, നിന്റെ ഹൃദയ കണ്ണുകൊണ്ടാ കാണുന്നത്. അതുകൊണ്ട് നീ ഒരിക്കലും തോറ്റുപോകത്തില്ല. നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ദൈവമുഖത്തേക്ക് നോക്കണം. സ്തോത്രം. നോക്ക്, മറിയ അപമാനിതയാകും എന്ന് ചിന്തിക്കാതെ ദൈവ ഇഷ്ടം ചെയ്യാൻ തന്നെ സമർപ്പിച്ചു കൊടുത്തപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം തന്നിൽ വെളിപ്പെട്ടെങ്കിൽ, ഈ നല്ല പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരനോട് പറയട്ടെ, ലോകം പറയുന്നത് കേട്ട്, ലോകത്തിലെ മനുഷ്യൻ പറയുന്നത് കേട്ട്, ശകുനവാദികളും മന്ത്രവാദികളും പറയുന്നത് കേട്ട്, നേർച്ചകളുടെയും കാഴ്ചകളുടെയും പുറകെ പോകാതെ വിശുദ്ധിയോടെ ദൈവമുഖത്തേക്ക് നോക്കി വിശ്വാസത്തോടെ പറയണം, ഈ പിശാചിനെ തകർക്കുവാനുള്ള കൃപ നീ എനിക്ക് തന്നിരിക്കാൻ അങ്ങക്ക് നന്ദി എന്ന് പറയണം. ശത്രുവിനെ തല തകർത്ത് നീ എനിക്ക് ജയം തന്ന ദൈവമേ, അങ്ങക്ക് നന്ദി എന്ന് പറയണം. ഇന്നയോളം എന്റെ ഭൂമിയുടെ ഉൾപ്പറപ്പിൽ ജീവനോടെ ശേഷിപ്പിച്ച നന്ദി എന്ന് പറയണം. എന്റെ പ്രായത്തിൽ അനേകം ലോകത്തൊന്നും അറ്റപ്പെട്ടപ്പോൾ, ഈ പകൽക്കാലം പ്രാണന് വേണ്ടി ഐസിയുവിൽ മണ്ണിടുമ്പോൾ, ആഹാരമില്ലാതെ വിശന്നു വയറൊക്കെ വയറുമായി പല കടത്തിണ്ണുകൾ കയറി ഇറങ്ങുമ്പോൾ, പലരുടെയും ഭവനിൽ ചെന്ന് കരന്നിട്ടുമ്പോൾ, എന്റെ ദൈവമേ, നീ എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും എല്ലാം നൽകി തന്ന് ഇവിടുത്തോളം കൊണ്ടുവന്ന് കർത്താവേ അങ്ങേക്ക് നന്ദി. സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം ലോകയുടെ മുമ്പിൽ നിങ്ങൾ പരസ്യക്കോലമാകത്തില്ല കുഞ്ഞുങ്ങളെ. നിങ്ങൾ ജയിച്ച് പുറത്തു വരും. നിങ്ങളുടെ ക്രിസ്തു മഹത്വപ്പെടും. അങ്ങനെങ്കിൽ നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. വായിക്കാം. സ്വത്രം. നോക്ക്, മറിയ ദൈവത്തിന്റെ മഹത്വം കണ്ടത് അനുസരിച്ചത് കൊണ്ട്. അങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം വാക്യം കൂടെ വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം വാക്യം. ശീമോൻ പത്രോസ് യേശുവിനോട് പറയുകയാണ്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു. സ്തോത്രം. ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ അധ്വാനിച്ചു. എന്നിട്ട് സ്തോത്രം, ഒന്നും കിട്ടിയില്ല. ദൈവമേ, ഒന്നും കിട്ടിയില്ല. എന്നാൽ നീ പറഞ്ഞല്ലോ ഒന്നുകൂടി ഇറക്കാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല, പക്ഷെ നീ പറഞ്ഞത് കേട്ട് ചെയ്യുക. സ്തോത്രം. ഈ നല്ല പകൽ നിങ്ങളോട് പറയട്ടെ, അപ്പനെ നോക്കി, അമ്മയെ നോക്കി, കൂടപ്പിറപ്പുകളെ നോക്കി, കൂട്ടുവിശ്വാസിയെ നോക്കി, പാസ്റ്ററെ നോക്കി അല്ല വിശ്വസിക്കേണ്ട ദൈവത്തെ, കർത്താവിന്റെ വചനം പറയുന്ന പ്രകാരം വിശ്വസിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് നോക്കണം. സ്വത്രം. അങ്ങനെ വചനം പറയുന്നത്, അവങ്കലേക്ക് നോക്കണം പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ നിന്റെ നോട്ടം സർവശക്തന്റെ തിരുമുഖത്തെ കാണെങ്കിൽ സർവശക്തൻ തന്റെ മുഖം മറക്കത്തില്ല, മുഖം മാറ്റത്തില്ല. നിന്റെ കണ്ണിൽ നോക്കിയാൽ നിന്റെ ഹൃദയത്തിന്റെ ചിന്തകൾ അറിയാം. അങ്ങനെയാണെങ്കിൽ സ്വർഗം നോക്കുന്നത് നിന്റെ കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണുനീർ തുള്ളികളെ ആഴമാ. വ്യക്തമായി പറയട്ടെ കുഞ്ഞെ, കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് 121 സങ്കീർത്തനം പറയുന്നെങ്കിൽ, നീ കരയേണ്ടത് മനുഷ്യരുടെ മുമ്പിലല്ല, ദൈവത്തിന്റെ സന്നിധി കരയണം. ദൈവത്തിന്റെ സന്നിധിയിൽ നീ കരയാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ കണ്ണുനീർ ആനന്ദമാകും. നിന്റെ കുഞ്ഞിനെ ഓർത്ത് നീ കരയേണ്ട ദൈവത്തിന്റെ സന്നിധിയിലാ. നിന്റെ കൂട്ടാളി ഓർത്ത് നീ കരയേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലാ. സ്വത്രം. നിന്റെ കുടുംബത്തിന്റെ ദുസ്ഥിതി ഓർത്ത് കരയേണ്ടത് ദൈവത്തിന്റെ സന്നിധിയില. ദൈവത്തിന്റെ വചനം പറയുന്നത് മനുഷ്യനിലല്ല നീ ആശ്രയിക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കണം. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം മനുഷ്യനിലൂടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കുഞ്ഞ്, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അളവില്ലാത്ത നന്മ കൊണ്ട് അവൻ നിന്നെ നിറയ്ക്കും. സ്വത്രം. ആരെല്ലാം നിന്നോട് പറയുക, ഇല്ല നീ ഇനി ആഗ്രഹിക്കുന്ന അളവിൽ നീ ജയിക്കത്തില്ല, നിന്റെ മുമ്പിലെ സാധ്യതകളെല്ലാം അസ്തമിച്ചിരിക്കുകയാണ്, ഇനി ആരാലും നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ വിശ്വാസ
വിശ്വാസത്തെ പതറിക്കാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞെ മരിക്കേണ്ടി വന്നാലും എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച കർത്താവ് ഉള്ളത് കൊണ്ട് ഞാൻ മരിക്കില്ല, ഞാൻ ജീവിച്ചിരുന്ന ദൈവത്തിന്റെ മഹത്വം കാണും എന്നുള്ള ഉറപ്പ് നിന്റെ ഹൃദയത്തിനകത്ത് ഏറ്റെടുത്തിട്ട് നീ പ്രാർത്ഥിച്ചു തുടങ്ങണം. സ്തോത്രം. നിന്നെ മടുപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർ പറയും, എടാ അവര് പ്രാർത്ഥിച്ചിട്ടും ഇവര് പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ മറുപടി കിട്ടിയില്ല, പിന്നെ ഇനി നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് മറുപടി കിട്ടുമോ എന്ന് ചോദിച്ചൊരു പക്ഷേ നിന്നെ കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ടാകും. പക്ഷെ കുഞ്ഞ്, അതല്ല നീ കേൾക്കേണ്ടത്. ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാചനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി പറയണം, കർത്താവേ, ഈ കഷ്ടത നടുവിൽ നിന്ന് ഇത്രത്തോളം കൊണ്ടുവരാൻ അവിടത്തേക്ക് കഴിയുമെങ്കിൽ ഈ പിശാചിന്റെ കരത്തിൽ നിന്ന് രക്ഷിക്കാനും അവിടത്തേക്ക് കഴിയും. എന്റെ നന്മ ബ്ലോക്ക് ചെയ്ത് എന്റെ കുഞ്ഞിന്റെ ഭാവി ഇല്ലാതാക്കി എന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത കെടുത്തി രോഗം കൊണ്ടുവന്ന് ഒന്നിനു പിറകെ ഒന്നായി വാദിക്കുമ്പോൾ ദൈവമേ നിനക്ക് കഴിയും ഈ പ്രതികൂലത്തെ മാറ്റി അനുകൂലമായ സാഹചര്യം എനിക്ക് തരുവാൻ. മാത്രം സഹോദരങ്ങളെ, വിശ്വാസമേ അത് ദൈവത്തിലായിരിക്കണം. നമ്മുടെ കൂടെയുള്ളവർ നമ്മളെക്കാൾ ബലഹീനരാകാം, ബലമുള്ളവരാകാം. പക്ഷെ അവരെല്ലാവരും നമ്മളെ സഹായിക്കുന്നതിന് പരിധി ഉണ്ടാകും. പക്ഷെ പരിധി കൂടാതെ നാം ചോദിക്കുന്നതിന്, ചിന്തിക്കുന്നതിന്, നനയ്ക്കുന്നതിന് ഉപരി നമ്മെ നിറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. സ്വത്രം. അപ്പച്ചാ, ഞാൻ എല്ലാവരിലും ചെറിയവനാ. അപ്പച്ചാ, എനിക്ക് ഈ രാജ്യഭാരം ചുമക്കാൻ എനിക്ക് കഴിയത്തില്ല. എൻ്റെ അപ്പൻ ഈ ജനത്തെ നേരോടെ ന്യായപാലനം നടത്തിയവനാ. പക്ഷെ എനിക്കതിനുള്ള പ്രാഗൽഭ്യമില്ല. ഞാൻ നല്ല ഡിഗ്രി എടുത്തിട്ടുണ്ട്, ഞാൻ കോളേജിൽ പഠിച്ചതാ, ഞാൻ ഹയർ ഡിഗ്രി പാസ്സായതാ, ഞാൻ ഡോക്ടറേറ്റ് എടുത്തതാ. പക്ഷേ എൻ്റെ അപ്പൻ ഈ ജനത്തെ നടത്തിയത് ഈ ഡോക്ടറേറ്റിന്റെ വെളിച്ചത്തിലല്ല, നിന്റെ കൃപയിലാ. ഇതാരാ പറഞ്ഞെന്നറിയാമോ? ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞതാ. ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും ബുദ്ധിമാൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ശലോമോൻ പറഞ്ഞ വാക്കാണ്. എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടോ, എൻ്റെ കുടുംബമാഹാത്മ്യം കൊണ്ടോ, എൻ്റെ മറ്റ് സാമ്പത്തികമായ മെച്ചപ്പെട്ട ശ്രേഷ്ഠത കൊണ്ടോ, ലോകരാജാക്കന്മാർ എൻ്റെ മുമ്പിൽ തലകുനിക്കുന്ന കൊണ്ട്, അവരെൻ്റെ കൂടെ ഉള്ളത് കൊണ്ടോ, സകല ധനവും മാനവും പുരാതന സമ്പത്തും എനിക്കുള്ളത് കൊണ്ടോ ഈ ജനത്തെ നേരോടെ നടത്താൻ എനിക്ക് കഴിയത്തില്ല. നിന്റെ കൃപ വേണം. സ്വത്രം. ഞാൻ സ്കൂളും കോളേജും ഹയർ ഡിഗ്രിയിലും പഠിച്ചവനാ. പക്ഷെ എൻ്റെ അപ്പൻ മുട്ടുമേൽ നിന്നവനാ. ആ അപ്പൻ മുട്ടുമേൽ നിന്ന് കരഞ്ഞതിന്റെ പ്രതിഫലമാ ഞാൻ അനുഭവിക്കുന്ന നന്മ. അങ്ങനെയെങ്കിൽ നിന്റെ കൃപ എനിക്ക് വേണം. നോക്ക്, രാജ്യഭാരം ശലോമോന്റെ കൈ കിട്ടിയപ്പോ പറഞ്ഞതാ, എനിക്ക് നിന്റെ കൃപ വേണമെന്ന്. സർവശക്തൻ എന്താ പറഞ്ഞെന്നറിയാമോ? മോനെ, ഇത്രയും സാഹചര്യങ്ങൾ നിന്റെ മുമ്പിൽ ഉണ്ടായിട്ടും അതിനെയെല്ലാം മാറ്റിവെച്ചിട്ട് നീ ഒരു ബാലനാണെന്ന് പറഞ്ഞ് എന്റെ കൃപയ്ക്ക് വേണ്ടി നീ എന്റെ സനി മുഴങ്കാലും അടക്കിയതിന് നിനക്കൊരു പ്രതിഫലമുണ്ട്. സ്വത്രം. നിന്റെ വിദ്യാഭ്യാസവും നിന്റെ പ്രാഗൽഭ്യവും എല്ലാം മാറ്റിവെച്ചിട്ട് ഞാൻ ഒന്നുമില്ല, ഞാനൊരു ബാലനാണെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ നീ മുട്ടുമടക്കിയില്ലേ, നിനക്കൊരു പ്രതിഫലമുണ്ട്. എന്താണ് ആ പ്രതിഫലം എന്നറിയാമോ? നിന്റെ രാജത്വത്തിന്റെ മേൽ. സ്വത്രം. നിന്റെ രാജ പദവിക്ക് മേൽ ലോകമുള്ളിടത്തോളം കാലം ഒരുത്തനും ഇനി വരത്തില്ല. അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ചാൽ എന്തുണ്ട്? അനുഗ്രഹമുണ്ട്. അനുഗ്രഹമുണ്ട്. സ്വത്രം. പിന്നെന്തോ പറഞ്ഞത്? നീ എന്നോട് ധനം ചോദിച്ചില്ല, സ്ഥാനം ചോദിച്ചില്ല, അംഗീകാരം ചോദിച്ചില്ല. പിന്നെന്താ ചോദിച്ചത്? നിന്റെ കൃപ. എൻ്റെ അപ്പനെ നടത്തിയ ആ അഭിഷേകം എനിക്കും വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെങ്കിൽ നിന്റെ മേൽ, നിന്റെ ജ്ഞാനത്തിന്മേൽ, നിന്റെ ആധിപത്യത്തിന്മേൽ, നിന്റെ അവകാശത്തിന്മേൽ ലോകത്തിൽ ഒരുത്തരും ഉണ്ടാവത്തില്ല. മക്കളെ, പോ, ഈ ജനത്തെ നടത്ത്. ഓക്കെ. ദൈവത്തിന്റെ കൃപ പ്രാപിച്ച ശലോമോൻ, സ്വത്രം, തന്റെ അപ്പന്റെ ആഗ്രഹത്തെ സത്യമാക്കിക്കൊണ്ട് ആലയം പണിതു. സ്വത്രം. എത്ര വർഷം കൊണ്ടാണ് പണിതത്? ഞാൻ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് പറഞ്ഞതാ. എത്ര വർഷം കൊണ്ടാണ് ശലോമോൻ ദൈവത്തിന്റെ ആലയം പണിതത്? സ്വത്രം. എത്ര വർഷം കൊണ്ടാ എഴുതിയിട്ടണം? 7 വർഷം കൊണ്ട്. സ്വത്രം. പക്ഷെ അവൻ ആലയത്തിന് പണി ചെയ്യുന്നതോടൊപ്പം തന്നെ അവനൊരു കൊട്ടാരവും പണിതു.
സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ആലയം തൻ്റെ അപ്പന്റെ ആഗ്രഹം അനുസരിച്ച് അപ്പൻ പറഞ്ഞ കണക്ക് പ്രകാരം പണിതു. തൻ്റെ ഇഷ്ടപ്രകാരം തനിക്കൊരു കൊട്ടാരവും പണിത്. നോക്ക്, 7 വർഷം കൊണ്ട് ദൈവത്തിന്റെ ആലയം പണിതപ്പോൾ അവന്റെ കൊട്ടാരം പണിയാൻ 13 വർഷം എടുത്തു. പ്രൈസ് ദി ലോർഡ്. അതാ ദൈവം. നീ ദൈവത്തിന് വേണ്ടി 1 കൊടുത്താൽ ദൈവം നിനക്ക് 2 തരും. സ്വത്രം. അങ്ങനെ 10 കൊടുത്താൽ ദൈവം നിനക്ക് 100 തരും. സ്വത്രം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവത്തിന് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? സ്വത്രം. നമ്മുടെ ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ട എന്താ? മഹത്വം കൊടുക്കണം. സ്വത്രം. ശലോമോൻ ചെയ്ത അതാ. എൻ്റെ ബുദ്ധി, എൻ്റെ ശക്തി, എൻ്റെ കഴിവ്, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ സർട്ടിഫിക്കറ്റുകൾ, എൻ്റെ സ്ഥാനം, എൻ്റെ പദവി, ഇതല്ല അവൻ നോക്കിയത്. ഇതൊന്നും ദൈവത്തിന് വിലയില്ല. ഞാൻ എന്നെ കൊടുത്താൽ ദൈവം എന്നെ അനുഗ്രഹിക്കും. ദൈവം ചോദിക്കുക, നീ ഇതൊക്കെ ചെയ്തില്ലേ? നീ അതൊക്കെ ചെയ്തില്ലേ? നീ അങ്ങനെയൊക്കെ ചെയ്തില്ലേ? ഞാൻ പറഞ്ഞു നീ കേട്ടില്ലല്ലോ. നിന്റെ അപ്പൻ എനക്ക് തന്ന സമ്പത്ത് കൊണ്ട് നീ ഇഷ്ടം പോലെ വിലസിയില്ലേ? അതും കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കത്തില്ല എന്നല്ല ദൈവം പറഞ്ഞത്. മോനെ, ഈ ലോകത്തുള്ളെല്ലാം നിനക്ക് അനുഭവിക്കാൻ ഞാൻ തന്നതാ. അത് അനുഭവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് പിശാച് രോഗം കൊണ്ടുവരും, സാമ്പത്തിക നഷ്ടം കൊണ്ടുവരും, കഷ്ടം കൊണ്ടുവരും, നിന്നെ ദേശത്തിന്റെ മധ്യത്തിൽ അലയുമാറാക്കും. പക്ഷേ നീ എൻ്റെ സന്നിധിയിൽ നിന്നെ വിട്ടു തരുമെങ്കിൽ ലോകത്തിന്റെ ഒരു ശത്രുവും നിന്നെ ബന്ധിപ്പ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഒരു വിളിച്ചു നേർച്ചയ്ക്കും ഒരു മന്ത്രവാദത്തിനും ഒരു ആഭിചാരത്തിനും നിന്നെയും നിന്റെ സന്തതിയെ തകർക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. നിനക്ക് ചുറ്റും ഞാൻ എൻ്റെ ദൂതഗണത്തെ കാവല നിന്നെ നിത്യതയോളം വഴി നടത്തും. സ്വത്രം. ഈ ദൈവത്തെ സേവിക്കുന്നതിന് എന്താ കുഴപ്പം? സ്വത്രം. ഈ ദൈവത്തെ ആരാധിക്കുന്നതിന് എന്താ ഇത്ര മടി? ഈ ദൈവത്തെ പിൻപറ്റാൻ എന്താ ഇത്ര വിഷമം? വേറെ എന്തെങ്കിലും ചോദിച്ചോ? നിന്റെ ആടിനെ ചോദിച്ചില്ല, നിന്റെ കോഴിയെ ചോദിച്ചില്ല, നിന്റെ തിരി ചോദിച്ചില്ല, നിന്റെ മെഴുകുതിരി ചോദിച്ചില്ല. സ്വത്രം. എന്തിനു പറയും? നിന്റെ വസ്തുവകയിൽ നിന്ന് ഒരു വീതം കൊണ്ടുപോവാന്ന് പറഞ്ഞില്ല. നീ അധ്വാനിച്ച പണത്തിന്റെ ഒരു ദശാംശം ഇഞ്ഞു കൊണ്ടുപോവാന്ന് പറഞ്ഞില്ല. പിന്നെ എന്തോ പറഞ്ഞോളൂ? നിന്നെ എൻ്റെ കാര്യത്തിൽ തരാനാ പറഞ്ഞത്. നീ നിന്നെ ഒന്ന് താഴ്ത്ത്. ദൈവമേ, നീയാണ് സകലം എന്ന് പറഞ്ഞ് ദൈവത്തെ ഒന്ന് ഉയർത്ത്. സ്വത്രം. സഹോദരങ്ങളെ, ഇതിനല്ലേ കർത്താവ് നമ്മളെ വിളിച്ചത്? കർത്താവ് പറഞ്ഞു എന്തുവാ? ഈ ലോകത്തുള്ള സകല നന്മകൾക്കും നീ അവകാശിയാവും, സകല ഉയർച്ചകളും നീ പ്രാപിക്കും. സ്വത്രം. അങ്ങനല്ലേ? ശലോമോൻ തന്നെ ദൈവത്തിന്റെ കാര്യത്തിൽ കൊടുത്തപ്പോ ലോകത്തുള്ള സകലരേക്കാൾ ഉയരങ്ങളിൽ ശലോമോൻ എത്തി. പക്ഷെ ആ ഉയർച്ച ശലോമോൻ മറന്നു. തന്നെ ഉയർത്തിയ ദൈവത്തെ താൻ മറന്നു. തൻ്റെ ബുദ്ധിയുടെ, തൻ്റെ കഴിവിന്റെ ആ പ്രാഗൽഭ്യത്തിൽ താൻ മതിമറന്നു. എല്ലാം ആയി എന്ന് തോന്നിയപ്പോൾ, ലോകം മുഴുവനും ശലോമോന്റെ പേര് വാഴ്ത്തി പുകഴ്ത്തിയപ്പോൾ ശലോമോൻ ആദ്യം ചെയ്ത് എന്തോന്നറിയാമോ? അപ്പന്റെ ശത്രുവായ ഫറവോന്റെ പുത്രിയെ കല്യാണം കഴിച്ചു. അപ്പൊ വീടിനകത്ത് തന്നെ ശാപം വന്നു കയറി. സ്വത്രം. അരുത് എന്ന് ദൈവം പറഞ്ഞത് ശലോമോൻ ചെയ്തു. പിന്നത്തേതിൽ ശലോമോൻ ചെയ്തു. പിശാച് അവിടെ വന്നു, ആ വീടിനകത്ത് കയറി ആധിപത്യം സ്ഥാപിച്ചു. ശലോമോന്റെ കൊട്ടാരത്തിനകത്ത് പിന്നെ സ്തുതിയും ആരാധനയും അല്ല ഉയർന്നത്, മദ്യവും മദിരാശിയും. സ്വത്രം. ലോകത്തിന്റെ സകല പാപപ്രവർത്തികളും അവന്റെ കൊട്ടാരത്തിനകത്ത് നടമാടിയപ്പോൾ ദൈവകോപം അവന്റെ മേൽ വന്നു. സ്വത്രം. ലോകത്തിലെ രാജാക്കന്മാരും പ്രമാണിമാരും പ്രഭുക്കന്മാരും ഒക്കെ വന്ന് ശലോമോന്റെ മഹത്വത്തെ പുകഴ്ത്തിയവർ ഇപ്പോഴെന്തായി തീർന്നു? ബോധം കെട്ട് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവകൃപ ആ കൊട്ടാരത്തിനകത്ത് ചവിട്ടി പുറത്താക്കി. ഇപ്പൊ അതിനകത്ത് മദ്യവും മദിരാശിയും വിളമ്പി ആർഭാടത്തിന്റെ അട്ടഹാസങ്ങൾ ഉയർന്നപ്പോൾ ദൈവകോപം ആ ഭവനത്തിനകത്തു വന്നു. സ്വത്രം. ജ്ഞാനിയായ ശലോമോൻ താൻ പരാജയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഈ ധനത്തിനോ മാനത്തിനോ പുരാതന സമ്പത്തിനോ
നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ഇത് നിങ്ങളെ നാശത്തിലേക്കും തകർച്ചയിലേക്കും കൊണ്ടുപോകും. അതുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചോ. സ്വത്രം. സഭാപ്രസംഗ പുസ്തകം അവസാന അധ്യായം വായിക്കുമ്പം അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. സ്വത്രം. വാർദ്ധക്യവും നരയും കടന്നു വരും. സ്വത്രം. അന്ന് നീ കയറ്റത്തെ പേടിക്കും. അന്ന് നീ വെളുക്കുന്നതിന് മുമ്പ് നേരം വെളുത്തെന്ന് പറഞ്ഞ് നീ നിലവിളിച്ചുകൊണ്ട് എഴുന്നേക്കും. നിന്റെ സ്വസ്ഥത നിനക്ക് നഷ്ടപ്പെടും. കാരണം ദൈവത്തിൽ നിന്ന് അകന്ന് ലോകത്തിന്റെ മോഹത്തിൽ നീ പോയി വീണ് ലോകത്തിന്റെ പാപപ്രവൃത്തി നിന്നിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവന്നത് കൊണ്ട് നീ നകർന്നു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ദൈവത്തെ മറന്ന് ജീവിക്കരുത്. ശലോമോൻ എഴുതിയ പുസ്തകമാണ്. ലോകം ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. ഇന്ത്യൻ ഭരണഘടന പോലും ശലോമോന്റെ ജ്ഞാനത്തിൽ നിന്ന് പുറത്തു വന്നത്. അത് ഡോക്ടർ അംബേദ്കർ എഴുതിയ ചരിത്രം വായിച്ചാൽ മതി. സ്വത്രം. നമ്മുടെ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞ് ഞാനൊരു ക്രിസ്ത്യാനി അല്ല, പക്ഷേ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നു. ശലോമോന്റെ ജ്ഞാന പുസ്തകം ഞാൻ പല ആവർത്തി വായിച്ചിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാട് പറഞ്ഞതാ. സ്വത്രം. എനിക്ക് ഈ ആദർശം കിട്ടിയതും ഈ വിപ്ലവം എനിക്ക് ഏറ്റവും കൂടുതൽ കരം തന്നതും സ്വത്രം വിശുദ്ധ ബൈബിളാ. സ്വത്രം. ഇത് ഞാൻ പറഞ്ഞതല്ല, ചരിത്രം എഴുതി വെച്ചേക്കുന്നതും അവർ വിളിച്ചു പറഞ്ഞതുവാ. എന്തിനാ ഈ വിശുദ്ധ ബൈബിളിനെ അവർ അംഗീകരിച്ചത്? അവർ ക്രിസ്ത്യാനിയല്ല, പിന്നെ ക്രിസ്തു പഠിപ്പിച്ചത് അംഗീകരിച്ചത് സത്യം അതേ ഉള്ളൂ. സ്വത്രം. ശലോമോൻ തോറ്റിട്ട് ലോകത്തോട് പറഞ്ഞു, ദൈവത്തെ മറന്ന് ജീവിക്കല്ലേ. സ്വത്രം. നോക്ക്, ഇവിടെ ശിഷ്യന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. നീ പറഞ്ഞത് കേട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി വലയിറക്കാം. സ്വത്രം. കടലിന്റെ ആഴമറിയുന്നവൻ, തിരമാലകളുടെ അസ്ഥി അറിയാവുന്നവൻ, എവിടൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ മത്സ്യമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞവൻ, സ്തോത്രം, എപ്പോഴൊക്കെ വല വീശിയാൽ മീൻ നിറച്ച് കിട്ടുമെന്നറിഞ്ഞവൻ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും സ്തോത്രം ഒരു ചെറുമീൻ പോലും കിട്ടാതെ വന്ന് നിരാശയോടെ വല നോക്കുമ്പോൾ യേശു വന്നിട്ട് പറയാം, മക്കളെ എന്തിനാ നിരാശപ്പെടുന്നത്? നിങ്ങൾ നിങ്ങളുടെ പടകിന്റെ വലതുവശത്തേക്ക് ഒന്ന് വല വീശ്. സ്വത്രം. വിശ്വാസമില്ലെങ്കിൽ പോലും അവന്റെ വാക്ക് കേട്ടിട്ട് പറയാ, നാഥ നീ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ചെയ്യാം. സ്വത്രം. വചനം പറയുന്നു, സ്തോത്രം, വല കീറുമാർ നിറച്ച് മീൻകൂട്ടം തൻ്റെ വലയിൽ കുരുങ്ങി. സ്വത്രം. ആ വല വലിച്ച് പടകിൽ കയറ്റുവാൻ കഴിയാതെ വന്നപ്പോൾ അടുത്ത് നിന്ന് സകല പടകുകാരൻ വിളിച്ചിട്ട് ആ മീനിനെ വലിച്ച് പടകിൽ കയറ്റുമ്പോൾ പത്രോസിന് ഒരു കാര്യം മനസ്സിലായി. സ്വത്രം. എൻ്റെ ബുദ്ധിക്കോ എൻ്റെ ശക്തിക്കോ എൻ്റെ പരിജ്ഞാനത്തിനോ കഴിയാത്തതെന്ന് എൻ്റെ അപ്പന് കഴിയും. സ്വത്രം. ഇല്ലായ്മെന്ന് സകലത്തെ ഉളവാക്കി സകലതും നൽകി തന്ന് എന്നെ ഇത്രത്തോളം ആയുസ്സോടെ ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തിയെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ട് ഒന്നും പറ്റത്തില്ലെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് അവൻ പറയായോ, കർത്താവേ ഞാൻ നഗ്നനാണ്, നിന്റെ അടുക്കലേക്ക് ഒരു യോഗ്യനില്ല എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ ശ്രമിക്കുമ്പോൾ സ്വർഗം പറഞ്ഞു, മോനെ ഭയപ്പെടണ്ടടാ, ഞാൻ കൂടുണ്ടെന്ന്. സഹോദരങ്ങളെ, എല്ലാ കണ്ണും അടച്ചേ. സ്വത്രം. കഷ്ടങ്ങളുടെ നടുവില്, കണ്ണുനീരിന്റെ നടുവിൽ മനുഷ്യൻ പറയുന്നത് കേട്ട് സ്വത്രം അവർ വിളിച്ചു നേർന്നത് കൊണ്ടാ, അവർ ശപിച്ചത് കൊണ്ടാ, നിനക്കെതിരെ മന്ത്രവാദം ചെയ്തതിനെ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ടാ, നിന്റെ തലമുറ ഇനി ഒരിക്കലും ഉയരാതിരിക്കണമെന്ന് അവിടെ ഇവിടെ വിളിച്ചു നേർന്നിരിക്കുന്നത് കൊണ്ടാ. സ്വത്രം. നീ രക്ഷപ്പെടത്തില്ല. ശാപം നിന്നെ വിട്ടുപോകത്തില്ല. നിന്റെ കുടുംബം കുപ്പക്കുന്നാകും. നിന്റെ സന്തതി ഒരിക്കലും നീ ആഗ്രഹിക്കുന്ന നന്മ കാണത്തില്ല. ഇത് കേൾക്കുമ്പോ ദൈവ പൈതലേ, ആത്മാവിൽ ഭാവി ശാച എന്ന് പറയാൻ നിങ്ങളുടെ നാവ് ചലിക്കുമെങ്കിൽ, ആത്മാവിൽ മാറുപിശാച എന്ന് പറയുവാൻ നിങ്ങളുടെ നാവ് ചലിക്കുമെങ്കിൽ, ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിപ്പാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ കലവറ ശൂന്യമാകത്തില്ല, നിന്റെ പേഴ്സ് ശൂന്യമാകത്തില്ല, നിന്റെ സാമ്പത്തിക സോഴ്സ് അടഞ്ഞു പോകത്തില്ല, ഒരന്ധകാര ശക്തി നിന്റെ കുടുംബത്തെ ബന്ധിക്കാൻ പറ്റത്തില്ല. നിന്റെ കുഞ്ഞ് ഉയർച്ച പ്രാപിക്കും, അവന്റെ വിദ്യാഭ്യാസ മേഖല അഭിവൃദ്ധി പ്രാപിക്കും,
നീ കാണാത്ത പുത്തൻ നന്മയുടെ ഉറവ സ്വർഗം നിനക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കും. ഇന്നലെ വരെ പറഞ്ഞില്ലേ, ഓ അവനെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലെന്ന്. ഇന്നലെ വരെ ലോകം മുഴുവനും പറഞ്ഞില്ലേ, ഇനി അവന്റെ ഭാവിക്ക് ഒരു പൂർണ്ണത ഉണ്ടാവത്തില്ലെന്ന്. എന്നാൽ അടുത്ത ദിവസങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നത് കണ്ണുനീരല്ല, കഷ്ടങ്ങളല്ല, നഷ്ടങ്ങളല്ല, രോഗം കൊണ്ടുവന്നിട്ട് നിന്നെ കരയിപ്പിക്കുന്ന രോഗത്തിന്റെ പോര് നിന്നെ വിട്ട് അഴിഞ്ഞു പോകാൻ പോകുക. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുവന്ന് നിന്നെ വലയ്ക്കുമെന്ന് പറഞ്ഞ പിശാച് നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ പോകുക. നിന്റെ കുടുംബത്തിനകത്ത് ഇന്നലെ വരെ നിന്നെ ഞെരിക്ക ശത്രു നിന്റെ ഭവനം വിട്ട് പുറത്തു പോകാൻ പോവുക. നിന്റെ വഴിയിൽ പതിയിരുന്നു നിനക്ക് നന്മയെ ബ്ലോക്ക് ചെയ്തിട്ട് നിന്നെ ഒരു ദരിദ്രനാക്കുമെന്ന് പറഞ്ഞ പിശാചിന്റെ തല ഇന്ന് പകൽക്കാല സ്വർഗ്ഗം തകർത്ത് മാറ്റുകയാ. ഒരു പൊട്ടനെ പോലെ, ഒരു പൊട്ടിയെ പോലെ, ദൈവമേ ഞാൻ നിന്നതല്ല, നീ എന്നെ നിർത്തിയതാ. നിന്റെ കൃപ എന്നോട് കൂടെ ഇല്ലെങ്കിൽ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇല്ലെങ്കിൽ, നീ എന്നോട് കൂടെ വരുന്നില്ലെങ്കിൽ ഞാൻ എങ്ങും പോകാൻ വിടല്ലേ. നീ തരുന്നത് മതി കർത്താവേ, നിന്നോട് കൂടെ വസിച്ചാൽ മാത്രം മതി. ഒന്ന് പ്രാർത്ഥിക്കാമോ? തെറ്റുപറ്റിയെന്ന് സ്വയം മനസ്സിലാക്കിയ ശലോമോൻ ദൈവത്തോട് അനുതപിക്കുമ്പോൾ സ്വർഗം പറഞ്ഞിങ്ങനെ, ശലോമോനെ, നിന്റെ കാലത്ത് നിനക്ക് മീതെ ഒരുത്തൻ വരത്തുമില്ല, നിന്റെ തലമുറയുടെ കാലത്ത് ഈ രാജസ്ഥാനം നിന്ന് പോയിരിക്കും. കുഞ്ഞെ, നിന്റെ തലമുറയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട നീ, നിന്റെ കുടുംബത്തിനകത്ത് മുഴങ്കാലും അടക്കേണ്ടുന്ന നീ, നിന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് ദൈവത്തെ ആരാധിക്കേണ്ടുന്ന നീ, ആരാധന കളഞ്ഞ്, കൂട്ടായ്മ കളഞ്ഞ്, ദൈവത്തെ മറന്ന് കൊടുക്കേണ്ടുന്ന ആരാധന ദൈവത്തിന് കൊടുക്കാതെ ലോകത്തിൽ നീ വിരഞ്ഞോടിയാൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നീയും നിന്റെ സന്തതിയും കാണത്തില്ല. എന്നാൽ അല്പനിമിഷം ദൈവത്തിനു വേണ്ടി സമയം വേർതിരിച്ച് ദൈവമുമ്പാകെ കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിക്കാൻ ഒരു 5 മിനിറ്റ് നീ സമയം കണ്ടെത്തിയാൽ കുഞ്ഞെ, നീ ഉയർച്ച പ്രാപിക്കും. ഏതെല്ലാം മേഖലയിൽ ആരെല്ലാം നിനക്കെതിരെ വാടകോരി നിന്നാലും സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. അവൻ നിന്റെ ഭവനാന്തരീക്ഷത്തെ മാറ്റും, നിന്റെ കണ്ണുനിന്നെ തുടയ്ക്കും, നിന്റെ കലവറ അവൻ അനുഗ്രഹിക്കും. നീ ആരുടെ മുമ്പിൽ തകർന്നു പോകാൻ ഇടവരത്തില്ല. നീ വാങ്ങുന്നവൻ ല്ല, നീ കൊടുക്കുന്നവനായി നിന്റെ കരത്തിൽ തന്നു നിറച്ച് അവൻ നിന്നെ ലോകത്തിന് മുമ്പ് മാനിക്കും. അപ്പനോട് പറയാം, അപ്പ അത് മാത്രം മതി, നിന്റെ കൃപ, നിന്റെ സാന്നിധ്യം അത് മാത്രം മതി. ജീവിക്കുന്നെങ്കിൽ അങ്ങയുടെ മഹത്വം കണ്ടു ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പറയാം. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, ഇന്നുവരെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ നീ കാത്തു. അനർത്ഥം വ്യസനഹേതുവിന് കാരണമാകാതെ വിളിച്ചു നേർച്ചകളും മന്ത്രവാദങ്ങളും ശകുനവാദങ്ങളും അഭിചാരങ്ങളും ഒന്നിനു പുറകെ ഒന്നൊന്നായി ശത്രു ഒരുക്കിയപ്പോഴും കർത്താവേ, അതിനൊന്നും വിട്ടുകൊടുക്കാതെ നിന്റെ കൃപയുടെ മറവിൽ ഞങ്ങളെ മറച്ചല്ലോ. ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ ഈ പകൽക്കാലം നിന്നെ ആരാധിപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. ഈ ബലത്തോടെ ഞങ്ങൾ മടങ്ങട്ടെ. വഴിയിൽ പതിയിരിക്കുന്ന ഒരു പതിയിരിപ്പ് ശക്തിയും കർത്താവേ ഞങ്ങളെ തൊടാതെ നിന്റെ ചിറകിന്റെ മറച്ചു കൊള്ളണം. അങ്ങ് പറഞ്ഞല്ലോ, ഒരനർത്ഥവും വരാതെ എൻ്റെ എല്ലാ വഴികളും നീ കാക്കുമെന്ന്. അപ്പച്ചാ, നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങൾ മറഞ്ഞിരിക്കട്ടെ. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് അടുത്ത ഞായറാഴ്ച കടന്നു വന്ന് നിന്റെ സനി മുഴങ്കാലം അടക്കും വരെയും നിന്റെ കുഞ്ഞുങ്ങൾക്ക് കഴിപ്പാൻ ആഹാരം, ഉടുപ്പാൻ വസ്ത്രം, ജീവിപ്പാനുള്ള ദൈവകൃപ, പോക്കലും വരവിലൊക്കെ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണം കർത്താവെ. കലവറ ശൂന്യമാകല് കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങളുടെ പേഴ്സ് ശൂന്യമാകല് കർത്താവെ. സമാധാനത്തോടെ, സന്തോഷത്തോടെ കുടുംബത്തിനകത്ത് കർത്താവെ കടന്നുകൂടി കർത്താവെ കുടുംബത്തിന്റെ സ്വസ്ഥത കടത്തുന്ന സകല പൈശാചിക മണ്ഡലങ്ങളും യേശുവിന്റെ നാമത്തിൽ തകർന്നു കിട്ടെ. മഹത്വത്തോടെ ഞങ്ങൾ മടങ്ങട്ടെ. കൃപയിൽ പൊതിയണം. പ്രാർത്ഥന കേട്ട് ഞങ്ങൾ അനുഗ്രഹിച്ചയക്കുന്നതിന് സ്തോത്രം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ആമേൻ.